ഷുഹൈലാണ് 10 kg ചിക്കൻ പൊരിച്ച ബിരിയാണി എങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കട്ടെ. 10 kg ചിക്കൻ പൊരിച്ച ബിരിയാണിക്ക് എങ്ങനെ മസാല കൂട്ടാൻ നോക്കട്ടെ. മുളക് പൊടി, ചിക്കൻ മസാല, കാശ്മീർ ചില്ലി പൊടി ഇട്ടാ, കോൺഫ്ലവർ പൊടി ഇട്ടാ, ആവശ്യത്തിനുള്ള ഉപ്പ്, സുർക്ക ആവശ്യത്തിന് കുറച്ച് സുർക്ക ഇട്ടാ, 2 സ്പൂൺ ഇഞ്ചി, 2 സ്പൂൺ വെളുത്തുള്ളി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കാണ്ട് ഇതാ മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കാണ്ട് നോക്കെ. അപ്പോൾ കൈക്ക് വെച്ച ചിക്കൻ നമ്മൾ ഈ ചെമ്പിലേക്കാണ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ. ബിരിയാണിൻ്റെ മേലെ ഇടാൻ വേണ്ടി ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിക്കണ്ട ചട്ടിയിൽ. പൊരിച്ചാനുള്ള ഉള്ളി താമ്പാടിന് ഉള്ളി ഇങ്ങോട്ട് മാറ്റിയേക്കാം. ഉരുളി വെച്ച് നമ്മൾ പൊരിച്ച ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. മസാല തയ്യാറാക്കുമ്പോൾ നല്ല കനമുള്ള ചട്ടി വെച്ചാണ്ട് അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടിയിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ട് നിൽക്കും. മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, ഒരു 500 സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം മസാല ഉണ്ടാക്കാൻ. ചട്ടി ചൂടായാൽ ഒരു 400 പച്ചമുളക് ഇങ്ങനെ നീളത്തിലിട്ട് കൊടുക്കട്ടെ. നീളത്തിൽ പല പണ്ടാരികളും പല രൂപത്തിലുണ്ടാവും പാചകക്കാർ. നമ്മൾ ഈ രൂപത്തിലാണ്. എല്ലാം കോയാണ് മുളക് പൊട്ടുന്നതും. സർപ്പിൾ ഇതാ ഇപ്പുറത്തുണ്ട്. ഉണ്ടാ സർപ്പിൾ എപ്പോഴാണ് തലയിൽ കെട്ടിട്ടു. അല്ല മുളക് പൊട്ടണ്ട, മുളക് പൊട്ടണേ. അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വേണ്ടാ പൊട്ടണേ, ഒച്ചയിട്ടേ മുളക് പൊട്ടണ ഒച്ചയിട്ടോ. 4 കിലോ ഉള്ളിട്ടാ. 10 കിലോക്ക് പൊരിച്ച ബിരിയാണിക്ക് മസാല വേണം. 4 കിലോ ഉള്ളിട്ടാ. അതിലേക്ക് 2 കൈപ്പിടി കല്ലുപ്പിട്ട് കൊടുക്കട്ടാ. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. ഈ ഉരുളിൻ്റെ ഫുള്ളുണ്ട് കേട്ടോ. അതിന് കുറച്ച് കഴിഞ്ഞാൽ താന്നു പോവും. വാടിനനുസരിച്ച് അത് കുറഞ്ഞു വരട്ടാ. കരിവേപ്പില ഇട്ട് കൊടുക്കട്ടാ. കരിവേപ്പില അതിന് സർഫിൻ്റെ അടുത്ത് കേട്ടോ നമ്മൾ ഇളക്കട്ടാ. കോയത് പൊരിച്ചാൽ ഉള്ളി പൊരിച്ചാൽ തയ്യാറെടുപ്പിൽ ഓല വെച്ച് കൊണ്ടിരിക്കട്ടോ. നല്ല വാടണം കേട്ടത്. ഗോൾഡ് കളറായി വരുവോളം വാട്ടണം കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷം ഉള്ളി വാടിക്കഴിഞ്ഞിട്ട് കേട്ടോ. ഇനിയും വാടാണ്ട് ഗോൾഡ് കളറായി. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടോ. 2.5 കിലോ പൂത്ത തക്കാളി, 2 ടീസ്പൂൺ ഇഞ്ചി, ഒരു 3 ടീസ്പൂണ് വെളുത്തുള്ളി, ഒരു 4 ടീസ്പൂൺ ബിരിയാണി മസാല കേട്ടോ, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മിക്സ് ആക്കട്ടെ. 150 ചപ്പ്, 100 പുതിന, ലമ്പാടെ മിക്സ് ആക്കട്ടെ. ലമ്പാടെ ഒരു 10 മിനിറ്റ് നല്ല ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതേക്ക് ആകെട്ടിട്ടുണ്ട് പൊടികളായിട്ട് ബിരിയാണി മസാലയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടാ. വേറെ മല്ലിപ്പൊടിയും മറ്റുള്ള പൊടികളൊന്നും ഇട്ടിട്ടില്ല. ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല. ഇത് മാത്രം മതി. നമ്മൾ ഇങ്ങനെയാണ് വെക്കൽ. തൈര് ഇട്ടാ. 2 പേര് തൈര് എന്ന് വെച്ചാൽ 1 ലിറ്റർ തൈര്. ഒരു പാക്കറ്റ് 500 ആയിക്കാരം. മിൽമ തൈരാണ് നല്ലത്. ഈ തൈരാണ് ഒഴിച്ചുകൊണ്ടാവും നമ്മളെ മസാലൻ്റെ കളറാണ് മാറും കേട്ടോ. മസാലൻ്റെ കളറാണ്ട് അത് മാറി വരും. ഇതിൽ മുളകുപൊടി ഇടണ്ട കേട്ടോ. മുളകുപൊടി ഇട്ടാന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ പൊരിച്ചപ്പോൾ തന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ കാശ്മീർ മുളക് പൊടി ഇട്ടിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി മഞ്ഞ കളറല്ലാതെ റെഡ് കളറായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബിരിയാണിയിൽ മസാലയിൽ നമ്മൾ മുളകുപൊടി ഇടണ്ട കേട്ടോ. ഇതിൽ ഈ മസാല ഇടണ്ട കേട്ടോ. പൊരിച്ച ബിരിയാണിയിൽ നമ്മൾ മുളകുപൊടി ഇടുന്നില്ല. ആവശ്യമുള്ളവർ കുറച്ചിട്ട് കൊടുക്കുക, ചെറിയ ഫ്ലേവറിന് ഒരു കളറിനും വേണ്ടിയിട്ട്. എല്ലാം റെഡി ആട്ടോ. ഉപ്പും പുളിയും എരിവും എല്ലാം റെഡി ആട്ടോ. ഇപ്പം ഏകദേശം അയക്കണേ. ചെറിയ തീയിൽ നമ്മൾ ചിക്കൻ പൊരിച്ച ചോളൊന്ന് അതിലൊന്ന് കിടന്നോടട്ടോ. അതിനാണ് നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്യട്ടോ. ഇനി വേറെ ചെമ്പക്ക് ഇത് മസാല മാറ്റുകയാണ്.
വേറെ ചെമ്പ് പാത്രത്തേക്ക് മാറ്റട്ടെ മസാല. ബിരിയാണിക്കുള്ള ചിക്കൻ പൊരിക്കണത് കേട്ടോ. ചിക്കൻ പൊരിച്ച് ചെയ്യാൻ നേരത്തെ പാർട്ടിക്കാർ പിന്നെയും പൊരിച്ച് 12 കിലോനാണ്. അപ്പോൾ 2 കിലോനും പാടെ ഇതാ മസാല ഇറച്ചി കൊടുക്കണം. ആ ഇറച്ചി 2 കിലോനും പാടെ കൊടുന്നു കഴിഞ്ഞ് മസാല കൂട്ടിയിട്ട് അതും പൊരിച്ചണം കേട്ടോ. എന്നിട്ട് ഒരു 6 ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ വാർപ്പിൻ്റെ ആളുകളുണ്ടാവും. വാർപ്പിൻ്റെ എന്ന് വാർപ്പിടലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി കേട്ടോ. പൊരിച്ച് വെച്ച ചിക്കൻ നമ്മൾ മസാല ആക്കി വെച്ച മസാലയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഒന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ചെമ്പ് കാക്കും. ആദ്യം നമ്മൾ കൊടുന്ന 10 കിലോ അരി ഇതാ 10 കിലോ കറക്റ്റ്. ഇപ്പോൾ കൊടുന്ന നമ്മൾ 2 കിലോനും കൂടെ കൂട്ടുന്ന ഇപ്പോൾ 2 കിലോൻ്റെ അരി ഇതാ 12 കിലോൻ്റെ അരി. മനസ്സിലായില്ലേ? അപ്പോൾ പാർട്ടിക്കാർ കൂട്ടാൻ പറഞ്ഞപ്പോഴാണ് 2 കിലോ അരി കൂട്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പോൾ 9 ജഗ്ഗോ 10 ജഗ്ഗോ ഉണ്ടാവും. സർഫിൽ എത്ര ജഗ്ഗ് ഉണ്ടാവും കേട്ടോ? സർഫിൽ കാണിച്ചു തരും. ബാ 1 ജഗ്ഗായി. 2 ജഗ്ഗായി. 3 ജഗ്ഗായി. 4 ജഗ്ഗായി. 5 ജഗ്ഗായി. 6 ജഗ്ഗായി. 7 ജഗ്ഗായി. 8 ജഗ്ഗായി. 9 ജഗ്. ഞാൻ പറഞ്ഞ ജഗ് കറക്റ്റ്. 8 ജഗ്ഗാണ്. 9 ജഗ്ഗിന് ഈ ജഗ്ഗിന് ഈ 9 ജഗ്ഗിന് ഈ ജഗ്ഗിന് 15.5 ലിറ്റർ വെള്ളം. ഈ ജഗ്ഗിന് 15 ലിറ്റർ വെള്ളം. 1 ജഗ്ഗ് വെള്ളം ഏറെയും വേണ്ട. എന്തിനാ നമ്മൾ പറഞ്ഞുതരാം. മസാലയ്ക്ക് ഒന്ന് ഒഴിച്ചേക്കാണ്. ദമ്മിടുമ്പോഴൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊരിച്ചിരിക്കുള്ള റൈസ് ഉണ്ടാക്കാണ്. പൂവ് ഒരു 8-10 ഏലക്കായ്. പട്ട ഇട്ട് കൊടുക്കട്ടോ. പട്ട ഇട്ടാ ചില സംശയങ്ങൾ. റൈസ് ഒട്ടിപ്പിടിക്കും വേറെ രൂപത്തിലാണ്. ഞാൻ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനറിയാം? ഒട്ടാതിരിക്കാൻ 4 വട്ടം അരി കഴുകിയിട്ട് ഒരു 1/4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ല ഒരു റൈസ് ഒട്ടൂല. ഒരു ചെറുനാരങ്ങിൻ്റെയോ സുർക്ക എസൻസിൻ്റെയോ സുർക്ക ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇഞ്ചി ഒരു സ്പൂണ് 2 സ്പൂൺ വെളുത്തുള്ളി. പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല. സൺഫ്ലവർ ഓയിൽ ഒരു 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ കേട്ടോ. 12 ലാമത്തേക്ക്. കല്ലുപ്പിട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് കേട്ടോ. കല്ലുപ്പിൻ്റെ അളവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉപ്പ് പല രൂപത്തിലേക്കാരം. ഞാൻ എന്തായാലും ഒരു 3.5 പിടി ഇട്ടിങ്ങനെ. അപ്പം മതിയാവോ നോക്കാം. 100 RK ചോദിച്ചു കൊടുക്കുക വെള്ളത്തിൽക്കാനെ. വെള്ളം എടുത്തിട്ട് ഈ മസാലയ്ക്കാണ്ട് ഒഴിക്കട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയ്ക്കാണ്ട് വെച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ മസാല വേറെ ഉണ്ടാക്കിയിരിക്കട്ടോ. ആ 2 കിലോ മസാല തീക്കാൻ ഇട്ടിക്കണേ. ഇത് അരിയായിട്ട് വരുന്നേ. നമ്മൾ അരി ഇട്ടിട്ടാ. ചോറ് വറ്റി ഗ്യാസ് ഓഫാക്കി 2-3 മിനിറ്റ് 4-5 മിനിറ്റ് ഇങ്ങനെ കൊടുക്കൂട്ടാ. 2 ചെമ്പ് സെപ്പറേറ്റ് 2 ചെമ്പ് നമ്മൾ റൈസ് കുത്തിരോട്ടാ. ഇതിൽ 7 കിലോ ഉണ്ടാവും. അതിൽ 5 കിലോൻ്റെ അടുത്തുണ്ടാവും. 5 കിലോൻ്റെ മേലെ ഉണ്ടാവും. ഇതും സെറ്റായി. 2 ചോറ് സെറ്റായി. ഇത് നമ്മൾ സെറ്റാക്കി റെഡിയാക്കിയിട്ടാ. നമ്മൾ എന്ത് ചെയ്യുക? അതിന് മേലെ വറുത്ത് വെച്ച അണ്ടില്ല മുന്തിരിയും ഉള്ളിയും പിന്നെ മേലെ ഇട്ട് കൊടുക്കട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ പറ്റും. ആവശ്യമില്ല ചെയ്യണ്ട. കത്തിച്ച് ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്?
ഓലക്കൊടി എടുത്ത് അതിൻ്റെ അടിയൊന്ന് ദമ്പിടട്ടാ. ആ മസാലൻ്റെ ഏറെ ചോറ്റിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യേണ്ടിട്ടാ. ഒന്നും ചെയ്യണ്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.